ഇന്ന് നമ്മൾ സഹസ്രാബ്ദത്തിൽ ഇസ്രായേലിന് ലഭിക്കുന്ന പദവി എന്താണെന്ന സഹസ്രാബ്ദവും ഇസ്രായേലും എന്നുള്ള വിഷയം, ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇന്നലെ ചിന്തിച്ചാൽ അതിൻ്റെ കാരണം ജഡിക ഇസ്രായേലിനാണ് സഹസ്രാബ്ദത്തിൽ ക്രിസ്തുവിനോടുകൂടെ വാഴാൻ അവകാശമെന്ന ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ വേദഭാഗങ്ങൾ പരിശോധിച്ചപ്പോൾ ജഡിക ഇസ്രായേൽ ഈ വാഗ്ദത്തങ്ങൾക്ക് അവകാശികളല്ലെന്ന് അവരുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിച്ചതായി നമ്മൾ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചാൽ നിങ്ങൾ എനിക്ക് രാജകീയ പുരോഹിത കുലമായിരിക്കുമെന്നാണ്. അവരുടെ ചരിത്രത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ കൽപ്പന ലംഘനമാണ് അവർ ചെയ്തിട്ടുള്ളത്. അവസാനമായിട്ട് അവർ യേശു ക്രിസ്തുവിനെ തള്ളിക്കളയുകയും യേശുവിനെ ക്രൂശിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു അവിശ്വസ്ത ജാതിയെ ഏൽപ്പിക്കുവാനല്ല സഹസ്രാബ്ദത്തിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ഭരണം. അപ്പോൾ ഇനി അത് ആർക്കാണ് ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിൻ്റെ അടിസ്ഥാനമായിരുന്ന അബ്രാഹാമിനെ സംബന്ധിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായം 8 മുതൽ ചില വാക്യങ്ങൾ ഇവിടെ വിസ്തരിക്കുന്നുണ്ട്. ആ 8 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാൻ നല്ലത്. വിശ്വാസത്താൽ അബ്രാഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാണ് അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ഇവിടെ അബ്രഹാം വിശ്വാസത്താൽ ബാബിലോണിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാനെന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം അവിടുന്ന് യാത്ര തുടർന്നു. ആ വിശ്വാസത്തിനും ആ വാഗ്ദത്തത്തിനും കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അബ്രഹാം കനാൻ ദേശത്ത് വരുമ്പോഴും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. അപ്പോൾ അബ്രഹാം ആ ഭൗമിക കനാൻ ദേശത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയല്ല അബ്രഹാം അവിടുന്ന് പുറപ്പെട്ടത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരം. അപ്പോൾ അവര് ഏറ്റവും നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കെല്ലാം ഒരു നിവൃത്തി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ വാഗ്ദത്തം ജഡീക നിവൃത്തികളല്ല. ആ ജഡീക വാഗ്ദത്തങ്ങൾക്ക് ഒരു ആത്മീകമായ നിവൃത്തി അതിനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അബ്രഹാമിന് ഒരു ദൈവം ശില്പിയായി നിർമ്മിക്കുവാനിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ച് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഒരു പട്ടിക തന്നെ നിരത്തുന്നുണ്ട്. ഈ പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിമന്ദിച്ചും
ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ ഏറ്റവും അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവർ മരണശേഷം സ്വർഗത്തിലേക്ക് പോകാമെന്നല്ല കാക്ഷിച്ചത്, സ്വർഗീയമായതിനെയാണ് കാക്ഷിച്ചത്. എല്ലാവരും സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്നുള്ള പ്രത്യാശയൊന്നും പിതാക്കന്മാർക്കില്ല. ഈ സ്വർഗീയമായതിനെ കുറിച്ചാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. നിന്റെ രാജ്യം വരേണമേ. സ്വർഗരാജ്യമെന്നോ പറഞ്ഞാൽ സ്വർഗീയ രാജ്യമെന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഹെവൻലി കിങ്ഡം എന്നാണ്. സ്വർഗീയ രാജ്യമാണ്. ആ സ്വർഗീയ രാജ്യത്തെയാണ് പിതാക്കന്മാർ കാത്തിരുന്നത്. ആ സ്വർഗീയ രാജ്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിരുന്നു വാഗ്ദത്ത കനാൻ. അതല്ലാതെ ആ വാഗ്ദത്ത കനാൻ മാത്രമല്ല അതിൻ്റെ പൂർണ്ണത എന്നുള്ളത് മനസ്സിലാകും. ആ കനാൻ ദൈവത്തിൻ്റെ രാജ്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവകാശവും പ്രാപിക്കുവാനും ഭരണം നടത്തുവാനും ജഡിക ഇസ്രായേൽ യോഗ്യരല്ല എന്ന് തെളിഞ്ഞു. അത് തെളിഞ്ഞത് എങ്ങനെയാ? അവർ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതുകൊണ്ടാണ്. യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണെന്ന് പറഞ്ഞാലേ വന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇസ്രായേൽ മുഴുവൻ യേശുവിനെ യഹൂദന്മാരുടെ രാജാവായിട്ട് അംഗീകരിച്ചില്ല? അംഗീകരിച്ചുവെങ്കിൽ അവർക്ക് യഹൂദന്മാരുടെ രാജ്യം ഇവിടെ സ്ഥാപിക്കാമായിരുന്നില്ലേ? അംഗീകരിച്ചാലും യഹൂദന്റെ രാജ്യം സ്ഥാപിക്കാനല്ല യേശുക്രിസ്തു വന്നത്. യഹൂദന്റെ രാജ്യം, അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല. പിലാത്തോസ് ചോദിക്കുന്നു, നിന്റെ സൈന്യം എപ്പോൾ വന്നു ചേരും? ഇവർ നിന്റെ മേൽ കുറ്റമാരോപിക്കുന്നു, നീ രാജ്യം സ്ഥാപിക്കുന്നു എന്നൊക്കെ പറയുന്നു. നിന്റെ രാജ്യം എപ്പോൾ വന്നു ചേരും? നിന്റെ പട്ടാളക്കാരെവിടെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ളതല്ല എൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ചും അതിൻ്റെ വ്യാപകമായ ഉദ്ദേശങ്ങളെക്കുറിച്ചൊന്നും കർത്താവിനെ അന്ന് പിലാത്തോസിനോടോ യഹൂദനോടോ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ സമയമല്ലാത്തതുകൊണ്ടാണ്. യേശുക്രിസ്തുവോട് വന്നിരിക്കുന്ന കാര്യം നിറവേറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഭാവിയിൽ ഭൂമിയിൽ സ്ഥാപിക്കാനിരിക്കുന്ന രാജ്യത്തിൻ്റെ രാജാവായിട്ട് തന്നെയാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത്. ഇനി ആ രാജ്യം സ്ഥാപിച്ച് ആ പ്രജകളെ ആ രാജ്യത്തിലേക്ക് ആനയിക്കുന്ന വേലയാണ് അടുത്ത വരവിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ രാജ്യത്തിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ ഈ യഹൂദന് യാതൊരു യോഗ്യതയില്ല. പിന്നെ എങ്ങനെയാണ് യഹൂദൻ സഹസ്രാബ്ദത്തിൽ ക്രിസ്തുവിനോടുകൂടെ വാഴുന്നത്? പിന്നെ സഹസ്രാബ്ദം സംബന്ധിച്ച് യഹൂദന് അതിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ക്രിസ്തുയേശുവിൽ യഹൂദനും യവനനും എന്നില്ല. കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ കാലമാകുമ്പോഴേക്കും യഹൂദനെന്നും ജാതികളും എന്നുള്ള വ്യത്യാസമില്ല. സർവ മനുഷ്യരും ഒരേ ലിസ്റ്റിലാണ് വരുന്നത്. പുറമേ യഹൂദനായവൻ അല്ല യഹൂദൻ, അകമേ യഹൂദനായവനാണ് യഹൂദൻ. എല്ലാവരും അബ്രഹാമിൻ്റെ സന്തതി എന്ന് വെച്ച് എല്ലാവരും അവകാശിയാകയില്ല, എല്ലാവരും മക്കളാകയില്ല. വാഗ്ദത്തത്താലും വിശ്വാസത്താലും ജനിച്ചവരാണ് അബ്രഹാമിൻ്റെ സന്തതി. അതിൽ ജഡപ്രകാരമുള്ള ഇസ്രായേലിന് സന്തതി എന്ന് അവകാശപ്പെടുവാൻ അതിന് നിയമമില്ല. അതിനെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. ആരാണ് അബ്രഹാമിൻ്റെ സന്തതി എന്നവിടെ പറയുന്നുണ്ട്.
ഗലാത്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ അബ്രാഹാമിന്റെ സന്തതി ആരാന്ന് പറയുന്നത്? എന്നാൽ അബ്രാഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അപ്പോൾ അബ്രാഹാമിന്റെ സന്തതി മുഖാന്തരം ഭൂഗോത്രങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ആ സന്തതി യേശുക്രിസ്തു ആണെന്നാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. അപ്പൊ യേശുക്രിസ്തു അബ്രാഹാമിന്റെ സന്തതിയായി തീർന്നു. അബ്രാഹാമിന്റെ സന്തതി എങ്ങനെയാണ് ഭൂഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏദനിൽ വെച്ച് ദൈവം ആദാമിനോടും ഹവ്വായോടും പറയുമ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല ചതയ്ക്കും എന്ന് പറഞ്ഞു. അതായത് പിശാച് ആദാമിനെയും ഹവ്വായെയും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയാക്കി തീർത്തു. അതിന് പിശാചിനോടൊരു പകരം വീട്ടണം. അതിന് സ്ത്രീയുടെ സന്തതി വരും. ഈ സ്ത്രീയുടെ സന്തതിയെ കുറിച്ചാണ് പിന്നെ അബ്രാഹാമിന്റെ സന്തതി എന്ന് പറയുന്നത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി നിയോഗിച്ചയച്ചു എന്നാണ് യേശുക്രിസ്തുവിനെ ഗലാത്യ ലേഖനത്തിൽ ആ വാക്യം പറയുന്നത്. അപ്പൊ സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്നതും അബ്രാഹാമിന്റെ സന്തതി എന്ന് പറയുന്നതും യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തുവിനാണ് ഭൂമിയുടെ ഭരണഭാരം നൽകുവാൻ പോകും. അപ്പൊ ഈ വേലയിൽ ക്രിസ്തുവിനോടുകൂടെ വാഴുന്നതിനു വേണ്ടി, ഭൂലോകത്തെ ന്യായം വിധിക്കുന്നതിനു വേണ്ടി ഒരു വിഭാഗത്തെ തിരഞ്ഞെടുക്കുവാനാണ് കർത്താവ് ഒന്നാമത് വന്നത്. അവരെക്കുറിച്ച് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്നാണ് പറയുന്നത്. അവിടെ ജഡിക ഇസ്രായേൽ എന്നോ ജാതികളെന്നോ യാതൊരു വ്യത്യാസമില്ല. അഗ്രചർമ്മി എന്നില്ല, പരിച്ഛേദനക്കാരെന്നില്ല. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസമുള്ള ഏതൊരാൾക്കും ഈ പ്രത്യേക കൃപയിലേക്ക് വരുവാൻ അവകാശമാണ്. അവർ ക്രിസ്തുവിനെ അംഗീകരിക്കണമെന്നുള്ളത്. അപ്പൊ ഈ വിളിക്കപ്പെടുന്നവർ അവർ ക്രിസ്തുവിനോടുകൂടെ വരുവാനുള്ള രാജ്യത്തിൽ ഭരണകർത്താക്കളായി തീരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ. കർത്താവിനോടും കൂടെ ആദ്യം വന്ന 12 ശിഷ്യന്മാർ, 12 ശിഷ്യന്മാര് ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ 12 സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. അവര് യഹൂദന്മാരാണ്. അപ്പം അതുകൊണ്ട് ന്യായവിധി യഹൂദന്മാർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ യഹൂദന്മാരിൽ നിന്ന് ഒരു ചെറിയ ശേഷിപ്പ് ഈ പ്രത്യേക കൃപയിലേക്ക് വന്നുള്ളൂ. കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷം പറയുന്നു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിപ്പിൻ എന്ന് പറഞ്ഞാൽ യഹൂദനെന്നോ യവനനോ എന്ന് നോക്കണ്ട, സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിച്ചോളാൻ. അപ്പം അതിൻ്റെ നിവൃത്തി എന്നോണം AD 36 മുതൽ യഹൂദന്മാരല്ലാത്ത ജാതികളും സഭയിൽ പ്രവേശിക്കാൻ തുടങ്ങി. ആ യഹൂദന്മാരല്ലാത്ത ജാതികളും 12 അപ്പോസ്തലന്മാരുടെ അടിസ്ഥാന ഉപദേശങ്ങൾ കേട്ട് വന്നവരാണ്. പിന്നീട്
യഹൂദനൊരു ജാതി എന്ന നിലയിൽ ഈ ദൈവ കൃപയിൽ നിന്നും തള്ളപ്പെട്ടു. അതുകൊണ്ട് സഹസ്രാബ്ദത്തിൽ വാഴുന്ന രാജകീയ പുരോഹിത കുലം ജഡിക ഇസ്രായേലല്ല എന്ന് നമുക്ക് സ്ഥാപിക്കാൻ ഇത്രയും ന്യായങ്ങൾ മതി. അപ്പൊ ഇനി ജഡിക ഇസ്രായേലിന് പകരം സഹസ്രാബ്ദത്തിൽ ക്രിസ്തുവിനോടുകൂടെ ന്യായം വിധിക്കുവാൻ വരുന്ന രാജകീയ പുരോഹിത കുലം ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ ആ രാജകീയ പുരോഹിത കുലത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവിടെ രാജകീയ പുരോഹിത കുലം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം? പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുകയും എൻ്റെ വചനങ്ങൾ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനമായിരിക്കും, നിങ്ങൾ എനിക്ക് രാജകീയ പുരോഹിത കുലമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു പോയി. ഇസ്രായേലിൻ്റെ പരാജയം അതുകൊണ്ട് അവർ ആ കൃപയിൽ തള്ളപ്പെട്ടു. അതിന് സമാന്തരമായ ഒരു രാജകീയ പുരോഹിത കുലത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. വാക്യം 6:9 അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അതല്ല വെളിപ്പാട് 5:10 ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അതിൻ്റെ 9 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒന്നുകൂടെ വിശദമാകും ഈ രാജകീയ പുരോഹിത കുലം ആരാണ്. വെളിപ്പാട് 5:9 മുതൽ, പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ടവർ പാടുന്നു. ഇവിടെ പറയുന്ന വാക്യം, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഗോത്രത്തിലും ഭാഷയിലും ജാതിയിലും വംശത്തിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പൊ ഇവിടെ പറയുന്നത് ഇത് ജഡിയ ഇസ്രായേലിനെ കുറിച്ചാണ് പറയണതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതി ഇങ്ങനെ പല രീതിയിൽ പറയാനുള്ള കാരണം എന്താണെന്നാണ് പറഞ്ഞത്. അതായത് ഇസ്രായേൽ AD 70 ശേഷം ഭൂമിയുടെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയപ്പോൾ അവർ ചെന്ന രാജ്യത്തെ ഭാഷകളിൽ ഓരോരുത്തരും പഠിച്ചു. അങ്ങനെ വന്നതുകൊണ്ടാണ് അത് നേഷൻ എന്നുള്ള പദമാണ് വെച്ചിരിക്കുന്നതെന്നാണ്. സകല ജാതികളിലും ഭാഷയിലും വംശത്തിലും ഗോത്രത്തിലും ഉള്ളവരെ എന്നതിന് നേഷൻ എന്നാ വച്ചിരിക്കുന്നതെന്നവർ. അപ്പം ഇവിടെ അതുകൊണ്ട് യഹൂദനെ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്നാണ്. അവരെന്ത് ചെയ്യുന്നു? ക്രിസ്തുവിനോടുകൂടെ വാഴുന്നു. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ച വചനത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് യാതൊരു പരിജ്ഞാനമില്ലാത്ത ഒരു സമൂഹം എങ്ങനെയാണ് ക്രിസ്തുവിനോടുകൂടെ സഹസ്രാബ്ദത്തിൽ വാഴുന്നത്? അവർ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവരല്ലേ. യേശുക്രിസ്തുവിനെ ഒട്ടും അംഗീകരിക്കാത്ത പല വിഭാഗങ്ങളും ഇവിടെ ഉണ്ട്. ഒന്ന് യഹൂദനാണ്. യഹൂദൻ യേശുവിനെ അംഗീകരിച്ചില്ല. യേശു ഒന്നാമതും വന്നില്ല, രണ്ടാമതും വന്നില്ല എന്നാ യഹൂദൻ പറയുന്നത്. അതുപോലെ തന്നെയാണ് അറബികൾ.
മഹമ്മദിയര്. യേശു ഒരു പ്രവാചകനാണ്. യേശു ദൈവപുത്രനാണെന്ന് അവർ അംഗീകരിച്ചിട്ടില്ല. യേശു ഒരു പ്രവാചകനാണെന്ന് അവർ. പിന്നെ ഇവിടെ നാമതേ ക്രൈസ്തവ മതങ്ങള് യേശുവിനെ അംഗീകരിച്ചു എന്ന് വിചാരിക്കുന്നത് ഏതർത്ഥത്തിലാ? യേശുവിനെ കുറിച്ച് വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല. യേശു ദൈവമാണോ എന്നും ദൈവപുത്രനാണോ എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ തെളിവില്ലാത്ത ഒരു വിശ്വാസങ്ങളും ദൈവം അംഗീകരിക്കുന്നില്ല. അപ്പൊ ഈ മൂന്ന് വിഭാഗങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് അറിയേണ്ടതറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. യേശു ദൈവമാണെന്നും പറയും, ദൈവപുത്രനാണെന്നും പറയും. അങ്ങനെ ഒന്നിന് വിപരീതമായിട്ട് പറയുന്ന ആ രീതിയിൽ അതിൽ അധിഷ്ഠിതമായിരിക്കുന്ന വിശ്വാസമാണ്. ഇപ്പോൾ സകല ജാതികളെയും ഭാഷകളെയും വംശങ്ങളെയും എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. എങ്ങനെയാണ്? യഹൂദന്റെ കാലശേഷം പുറമേയുള്ള സകല ജാതികളിൽ നിന്നും സത്യത്തിലേക്ക് വരുന്നവരെ ക്രിസ്തുവിന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അപ്പൊ ഇങ്ങനെ എണ്ണപ്പെടുന്ന സഭാംഗങ്ങൾ 144,000 പേരാണ്. 144,000 പേർക്കല്ലാതെ 144,001 പേർക്ക് പോലും ഈ ആദാമ്യ കുടുംബത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ വരമില്ല, വെളിയില്ല. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന വാഴ്ചയുടെ കാലത്ത് ക്രിസ്തുവിനോടുകൂടെ വാഴുന്നവര്, അവരെ കുറിച്ചൊരു പട്ടിക എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അവർ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, ജടയാളുകളുടെയും കോലാളുകളുടെയും വേഷം ധരിച്ചു, ചാട്ടവാറടി കൊണ്ടു, പീഡിപ്പിക്കപ്പെട്ടു, ക്രിസ്തുവിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ടു. ഇങ്ങനെ പുതിയ നിയമ വിശുദ്ധന്മാരെ ആണ് ആത്മീയ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഗലാത്യ ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് ദൈവത്തിന്റെ ഇസ്രായേൽ എന്ന് പറയുന്നു. ദൈവത്തിന്റെ ഇസ്രായേൽ എങ്ങനെയായിത്തീർന്നു? ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ദൈവത്തിന്റെ ഇസ്രായേലായി. ജഡിക ഇസ്രായേൽ ദൈവത്തിന്റെ ഇസ്രായേലല്ല, അവര് ഇസ്രായേലാണ്. അവര് ജഡപ്രകാരമുള്ള ഒരു വാക്തത്വ സന്തതി മാത്രമാകും. ആത്മീയമല്ല, പ്രാകൃതമാണ് ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ജഡിക ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള എല്ലാ നിയമങ്ങളും വാക്തത്വങ്ങളും ആത്മീയ ഇസ്രായേലിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. അത് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു. അവർക്ക് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമായി കിടക്കുന്നു എന്നാണ്. ജഡിക ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളതും അവർക്ക് കൊടുത്ത വാക്തത്വങ്ങളെല്ലാം ആത്മീയ ഇസ്രായേലിന് വരുവാനുള്ള നിവൃത്തിയാണെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ജഡിക ഇസ്രായേൽ, അതിൻ്റെ നിവൃത്തി, അതിൻ്റെ പൊരുൾ ആത്മീയ ഇസ്രായേലാണ്. 144,000 പേര് അവർ ക്രിസ്തുവിനോടുകൂടെ സഹസ്രാബ്ദത്തിൽ വാഴും. അപ്പൊ എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ ജഡിക ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നിപ്പോകാം. ജഡിക ഇസ്രായേലിൽ നിന്ന് ഇത്രയും സംഖ്യ വരുന്നതിന് ദൈവത്തിന് വിരോധമില്ലായിരുന്നു. പക്ഷേ ഇസ്രായേൽ മോഹിച്ചത് പ്രാപിച്ചില്ല എന്ന് അപ്പോസ്തലൻ പറയും. ഇസ്രായേലിന് അതിലേക്ക് വരുവാൻ കഴിയാത്തത് കൊണ്ടാണ് അത് ജാതികളിലേക്ക് പോയത്. അബ്രഹാമിന്റെ സന്തതിയുടെ യാക്കോബിൻ്റെയും സന്തതികൾ എന്ന പേരിൽ അവരുടെ ഗോത്രങ്ങളുടെ പേര് നിർത്തി. ഓരോ ഗോത്രങ്ങളിൽ നിന്നും മുദ്രയേറ്റവർ 12,000. അപ്പൊ പിന്നെ എന്താണ് ജഡിക ഇസ്രായേലിന് സഹസ്രാബ്ദത്തിലുള്ള സ്ഥാനം? ജഡിക ഇസ്രായേലിന്
സഹസ്രാബ്ദത്തിൽ ഒരു ഡ്യൂട്ടി ഉള്ളതായിട്ടും വേദപുസ്തകം പറയുന്നില്ല. ജഡിക ഇസ്രായേൽ സഹസ്രാബ്ദത്തിനു മുമ്പ് യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചിരിക്കും എന്നുള്ളത് തിരുവെഴുത്തുകൾ പറയും. സഹസ്രാബ്ദ വാഴ്ച എന്തിനെന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിനെ നമുക്ക് ഇസ്രായേലുമായിട്ട് അത് ബന്ധപ്പെടുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പം എന്താണ് ജഡിക ഇസ്രായേലിനുള്ള പ്രത്യാശ? ജഡിക ഇസ്രായേലിന് ഉള്ള പ്രത്യാശ അവർക്ക് ക്രിസ്തുവിനെ അംഗീകരിക്കുവാനും അറിയുവാനുള്ള അവസരം നൽകപ്പെടും എന്നാണ്. റോമാലേഖനം 11-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും, ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. യഹൂദനെ ദൈവം ജഡപ്രകാരം തള്ളിക്കളയുന്നില്ല, ആത്മപ്രകാരമാണ് ഇസ്രായേലിന് ദൈവം തള്ളിക്കളഞ്ഞത്. ജഡപ്രകാരം അവരെ ദൈവം സ്വീകരിക്കും, പിന്നെ വീണ്ടും സ്വീകരിക്കും. എങ്ങനെയാണ്? വിടുവിക്കുന്നവൻ സിയോനിൽ നിന്നു. കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ കാലഘട്ടം ആകുമ്പോഴേക്കും ജഡിക ഇസ്രായേൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ തുടങ്ങും. അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കും. എന്താണ് ഇസ്രായേലിൻ്റെ വിലാപത്തിൻ്റെ കാരണം? മോശ പറഞ്ഞു, എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. ആ പ്രവാചകനാണ് ഞാനെന്ന് കർത്താവ് പറഞ്ഞിട്ട് അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞ് ഇസ്രായേൽ തള്ളിക്കൊടുത്തു. അപ്പം അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് സഹസ്രാബ്ദത്തിനും മുമ്പ് മനസ്സിലാക്കും. അവർ തള്ളിക്കളഞ്ഞതും ക്രൂശിച്ചതും വാഗ്ദത്തം മശിഹായെ ആയിരുന്നു എന്നുള്ള തിരിച്ചറിവും ബോധവും അവർക്കുണ്ടാകുമ്പോൾ അവർക്ക് മഹാവിലാപമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. ജഡിക ഇസ്രായേൽ മുഴുവനും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും. അപ്പം അങ്ങനെ ജഡിക ഇസ്രായേലിനും ഒരു മോചനമുണ്ടാകും. എവിടെ നിന്നാ മോചനം? ആദാമിൽ കൂടെ എല്ലാവരും പാപികളായിരുന്നത് പോലെ ക്രിസ്തുവിൽ കൂടെ എല്ലാവരും മോചിപ്പിക്കപ്പെടും. ആ മോചനമാണ് ഇസ്രായേലിന് കിട്ടുന്നത്. അല്ലാതെ ഇനി ഇസ്രായേലിനായിട്ട് പ്രത്യേക മോചനമൊന്നും ഇല്ല. ഇസ്രായേലിന് പ്രത്യേകമായുള്ള കൃപയുടെയും വാഗ്ദത്തങ്ങളുടെയും കാലം അത് AD 36 അവസാനിച്ചു പോയി. അതിനെക്കുറിച്ചാണ് യെശയ്യാവ് 61 പറയുന്നത്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം യഹൂദനെ സംബന്ധിച്ച്. ഈ ദിവ്യ കൃപയിലേക്ക് യഹൂദന് ഇനി വേറൊരു സമയമില്ല എന്നവിടെ പറയും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്ലാനുകളെയും പദ്ധതികളെയും കുറിച്ച് വളരെ വിപുലമായ ഒരു അറിവ് പ്രാപിച്ചിട്ട് വേണം ഓരോ വിഷയങ്ങളും സംസാരിക്കാനും യൂട്യൂബുകളിലൊക്കെ ഇടുവാനും. ഇത് ബുദ്ധിയില്ലാത്ത ആളുകളല്ല ഇത് കേൾക്കുന്നത്. കേൾക്കുന്നവർ പറയുന്നവരെ കഴിഞ്ഞും കൂടുതൽ ചിന്തിക്കുന്ന ആളുകളാണ് ഇത് കേൾക്കണമെന്നുള്ള ബോധമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വേണ്ട വിധം ഗ്രഹിക്കുവാനും അത് വേണ്ടതുപോലെ പ്രസംഗിക്കാനും സാധിച്ചാൽ അനേകം പേർക്ക് തിരുവെഴുത്തിൻ്റെ മർമ്മങ്ങളും സത്യങ്ങളും വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയും. തെളിവോടുകൂടി മനസ്സിലാക്കണം. ചില ഭാഗങ്ങൾ വരുമ്പോൾ വിഴുങ്ങിക്കളയാൻ പാടില്ല. എല്ലാ കാര്യത്തിനും കൃത്യമായ ഉത്തരം പറഞ്ഞിരിക്കണം. ചോദ്യങ്ങളുണ്ടാകും, അതിനുത്തരം പറയണം. സംശയങ്ങളുണ്ടാകും, അത് തെളിയിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ എവിടെയെങ്കിലും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ഇട്ട് ഞാനൊരു പണ്ഡിതനാണ്, ഞാൻ വേദപുസ്തകം ശരിക്കും പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അത് മറ്റുള്ളവർക്ക് അറിവ് ഉണ്ടാകുവാൻ പര്യാപ്തം.
അപ്പൊ ക്രിസ്തുയേശുവിൽ യഹൂദനെന്നില്ല, ജാതികളെന്നില്ല, പരിച്ഛേദനക്കാരെന്നില്ല, അഗ്രചർമ്മികളെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ദൈവത്തിൻ്റെ നിർണയത്തിൽ പറയുന്ന വാഗ്ദത്തങ്ങളും അവകാശങ്ങളും പ്രാപിക്കുവാൻ അവകാശവും കൊടുത്തിട്ടുണ്ട്. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കും. നാളെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കും.